ഉമേഷ്, ഏത് രീതിയിലായിരുന്നു ഇന്ന് അവിടുത്തെ കാലാവസ്ഥ പൊതുവിലുള്ളത്? വ്യാപകമായ നാശനഷ്ടമാണ് തിരുവനന്തപുരത്ത് നിന്നായാലും പത്തനംതിട്ടയിൽ നിന്നായാലും സുജുവും കമലേഷും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളത്തു നിന്നും പറയാനുള്ളത് നാശനഷ്ടത്തിൻ്റെ വാർത്തകൾ തന്നെയാണോ? വിനീഷ, വർഷ, സമാനമായ സാഹചര്യം തന്നെയാണ് എറണാകുളം ജില്ലയിലും ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ്. ഇന്ന് രാവിലെ മുതലല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. അല്പം മുമ്പ് റെഡ് അലർട്ടും എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളുകൾക്ക് അവധിയായിരുന്നു. നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനർത്ഥം നാളെയും ഇന്ന് ഉണ്ടായതുപോലുള്ള ശക്തമായ മഴ നാളെയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ 182 വീടുകളാണ് എറണാകുളം ജില്ലയിൽ തകർന്നത്. അതിൽ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ബാക്കി 179 വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ ഭൂതത്താൻകെട്ട് പോലെയുള്ള കിഴക്കൻ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഭൂതത്താൻകെട്ട് ഡാമിന് 15 ഷട്ടറുകളാണുള്ളത്. ആ മുഴുവൻ ഷട്ടറുകളും ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിൽ സ്വാഭാവികമായും നീരൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കരകളിൽ താമസിക്കുന്നവരോടൊക്കെ ജാഗ്രത പാലിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇന്നും ജില്ലയിൽ വ്യാപകമായ മഴക്കെടുതി ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ വ്യാപകമായി കടപുഴകി വീണിട്ടുണ്ട്. ഈ നഗരത്തിൽ തന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷന് മുൻവശം റോഡിൽ മരം വീണ്, അത് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് മരം വീണത്. പക്ഷേ ആർക്കും പരിക്കൊന്നും തന്നെയില്ല. ഒപ്പം ദേശീയപാതയിൽ നെടുമ്പാശ്ശേരി കുന്നുംപുറത്തിന് സമീപവും ഇത്തരത്തിൽ മരം കടപുഴകി വീണു. അവിടെ ദേശീയപാത ആയതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരം വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം സാധാരണ നിലയിലായത്. പള്ളുരുത്തിയിലെ പെരുമ്പടപ്പ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപം കൂറ്റൻ ആൽമരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. കാക്കനാട് മനക്കക്കടവ് പാലത്തിന് സമീപവും റോഡിലേക്ക് വൻമരം കടപുഴകി വീണു. പിറവത്ത് വെണ്ണിക്കുളത്ത് 3 മരങ്ങൾ റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു ദുഃഖകരമായ കാര്യം, കാക്കനാട് തുതിയൂർ കരിയിൽ കോളനിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഈ ചിത്രപ്പുഴ കര കവിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായത്. ഏതാണ്ട് 10ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ മറ്റൊരു സാഹചര്യം. കാക്കനാട് NGO ക്വാർട്ടേഴ്സ് മാർക്കറ്റിന് സമീപവും മരം മറിഞ്ഞു വീണിട്ടുണ്ട്. അത്തരത്തിൽ വ്യാപകമായി മഴക്കെടുതികൾ എറണാകുളം ജില്ലയിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നാളെയും ഈ ജാഗ്രത തുടരാൻ തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്കൂളുകൾക്ക് അവധിയുണ്ട്. സമാനമായ സാഹചര്യം നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജില്ലയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ യാത്ര പോകരുത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശമുള്ളത്. ഖനന പ്രവർത്തനങ്ങൾക്കും നേരത്തെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എറണാകുളം ജില്ലയിലും ശക്തമായ മഴ തന്നെയാണ്. ഇപ്പോൾ അല്പം ശമനമുണ്ട്, അത് നഗരത്തിലാണ്. പക്ഷേ ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ അങ്ങനെയല്ല, ഇടവിട്ട് ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. നാളെയും ഈ മഴ തുടരും. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.